നമസ്കാരം. എല്ലാ സഹോദരികളായ നേഴ്സുമാർക്കും നേഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കും നേഴ്സിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടി മെയ് 12 എല്ലാ കൊല്ലവും അന്താരാഷ്ട്ര ലോക നേഴ്സ് ഡേ, അന്താരാഷ്ട്ര നേഴ്സുകളുടെ ദിവസമായി, സത്യസന്ധമായി പറഞ്ഞാൽ ശരിയായ മാലാഖമാരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം നിയോഗിക്കപ്പെട്ട യഥാർത്ഥ മാലാഖമാരുടെ ദിവസമായി ഈ നേഴ്സിംഗ് ഡേ മെയ് 12 ലോകം മുഴുവൻ ആചരിക്കുന്നു. ഈ പ്രത്യേക മെസ്സേജ് നൽകുന്നത് ഓണറബിൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള അധ്യക്ഷനും ജുഡീഷ്യൽ കൗൺസിലർ. നമസ്കാരം. നേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായ ഒരു അർത്ഥമുണ്ട്. എൻ മീൻസ് നർച്ചറിങ്, യു മീൻസ് അണ്ടർസ്റ്റാൻഡിങ്, ആർ മീൻസ് റെസ്പെക്ട്, എസ് മീൻസ് സിൻസിയറിറ്റി, ഇ മീൻസ് എഫിഷ്യൻസി. ഇതെല്ലാം ചേർന്നതാണ് നേഴ്സ്. ലോകത്ത് ഡോക്ടർമാരെക്കാൾ കൂടുതൽ അവർ മരുന്ന് കുറിച്ചു കൊടുക്കുന്നു, സർജറി നിർദ്ദേശിക്കുന്നു. പക്ഷേ ശരിയായ വൈദ്യസഹായം നൽകുന്നത് നേഴ്സുമാരാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഈ ഭൂലോകത്തെ നേഴ്സുമാരില്ലെങ്കിൽ ലോറൻസ് നൈറ്റിംഗേൽ എന്ന 2ാം ലോക മഹായുദ്ധത്തെ രാത്രി 11 മണിക്ക് ശേഷം കമ്പരാന്തൽ വിളക്കുമായി ഓരോ പട്ടാളക്കാരനെയും സേവിച്ച ലോറൻസ് നൈറ്റിംഗേൽ എന്ന മഹാരഥയായ ഒരു നേഴ്സിന്റെ പിന്മുറക്കാരാണ് ഇന്ന് കാണുന്ന മിക്ക നേഴ്സുമാരും. പക്ഷെ അത്ര ആത്മാർത്ഥതയുണ്ടോ, കനത്ത ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പുതിയ തലമുറയിലെ നേഴ്സുമാർ എപ്പോഴും ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മപരിശോധന നടത്തണം. പക്ഷേ മിക്ക നേഴ്സുമാരും ഇന്ന് ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ മികച്ചവരാണ്. അവർ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു. അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള എത്രയോ നേഴ്സുമാർ ഭാരതത്തിലുണ്ട്. ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും, പ്രത്യേകിച്ച് യൂറോപ്പിലും ഏഷ്യൻ കൺട്രികളിൽ എവിടെ ചെന്നാലും ഇന്ത്യയിലെ നേഴ്സുമാർ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു നേഴ്സെങ്കിലും ഇല്ലാത്ത ഒരു ആശുപത്രി പോലും വിദേശത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് പ്രഗത്ഭരാണ് കേരളത്തിലെ നേഴ്സുമാർ. അത് ഞങ്ങൾക്ക് പഠനത്തിലേക്ക് ബോധ്യമായിട്ടുണ്ട്. മറ്റുള്ളവന്റെ ജീവൻ സംരക്ഷിക്കുക മാത്രമല്ല, അവർക്ക് കരുതലും പ്രോത്സാഹനവും മോട്ടിവേഷൻ അഥവാ അവർക്ക് മനോധൈര്യം നൽകുന്നതും നേഴ്സുമാരാണ്. ഡോക്ടർമാരുടെ പല മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്നതും നേഴ്സുമാരാണെന്ന് ഞങ്ങൾക്ക് പഠനത്തിൽ, സൂക്ഷ്മ നിരീക്ഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ഇന്ന് ANM, GNM മുതൽ BSc, MSc, PhD വരെ നേഴ്സിംഗിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളും ഞങ്ങളുടെ സംവിധാനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടും PhD നേഴ്സിംഗ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും മഹത്തായ ഒരു കർമ്മം ലോകത്ത്, അധ്യാപക വൃത്തി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹനീയമായ ജോലി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും, ശാസ്ത്രജ്ഞരും തത്വചിന്തകരും, അത് നേഴ്സുമാരുടെ നേഴ്സിംഗ് ജോബാണ്. അത്രയ്ക്ക് മഹനീയമാണ് ആ വൃത്തി. അവർ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുന്നു. ഉറങ്ങാത്ത ദിനങ്ങൾ, കുടുംബം നോക്കാൻ കഴിയാതെ പല നേഴ്സുമാരും ഇന്ന് ബുദ്ധിമുട്ടുന്നു. ആ മഹാത്യാഗത്തിനെ ഈ മെയ് 12 ഞങ്ങൾ അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞന്മാരുടെ സമൂഹവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയും ലോക സമാധാന സംഘടനയും ലോക പുനരധിവാസ സംഘടനയും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഒബ്സർവേറ്ററിയും അന്താരാഷ്ട്ര സർവകലാശാലകളും അവരെ സല്യൂട്ട് അഥവാ അങ്ങേയറ്റം നേഴ്സുമാരെ ആദരിക്കുന്നു. ഈ ദിനത്തിൽ നിങ്ങൾ കൂടുതൽ മികച്ചവരാവാൻ ഓരോ നേഴ്സും ആഴത്തിൽ പഠിക്കുകയും ആഴത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും അപാരമായ കഴിവ് ഓരോ നേഴ്സുമാരും പുറത്തെടുക്കണമെന്നും അവർ രോഗികളെ അങ്ങേയറ്റം സുരക്ഷിതമാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നേഴ്സുമാരുടെ അവകാശങ്ങളും അതാത് ഗവൺമെന്റുകളും അതാത് അതോറിറ്റികളും നേഴ്സുമാരുടെ അവകാശവും അവർക്ക് ന്യായമായ ശമ്പളവും നൽകണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും കർശനമായി ആവശ്യപ്പെടും. അവർക്ക് ന്യായമായ ഉചിതമായ ശമ്പളം, അവരുടെ ത്യാഗത്തിനും അവരുടെ കുടുംബജീവിതം പരിപോഷിക്കാനും ന്യായമായ ശമ്പളം ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഇന്നും നേഴ്സുമാർക്ക് ശമ്പളം ഇന്ത്യയിൽ വളരെ കുറവാണ്. അവർ വിദേശത്തേക്ക് പോകുന്നു, മികച്ച തൊഴിലവസരങ്ങൾ നോക്കി. പലരും കബളിപ്പിക്കപ്പെടുന്നു.
പക്ഷെ അവരുടെ സേവനവും ത്യാഗവും ലോകം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടും ഡോക്ടർമാരോടൊപ്പം നിൽക്കാൻ, ക്ലാസ്സിൽ നിൽക്കാൻ കഴിവുള്ളവരാണ് നഴ്സുമാർ. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം അവരെ ആദരിക്കുന്നു. ഈ ദിനം പുതിയ പുതിയ കണ്ടെത്തലുകളും ഗവേഷണങ്ങൾക്കുമായി എല്ലാ നഴ്സുമാരും ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി തന്റെ ജോലി, തന്റെ പ്രൊഫഷൻ നടത്തണമെന്ന് അന്താരാഷ്ട്ര അതോറിറ്റികൾ ആവശ്യപ്പെടുന്നു. താങ്ക് യു. എല്ലാവരും, എല്ലാ നഴ്സുമാരും ആയുരാരോഗ്യ സമൃദ്ധിയോടുകൂടി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മെയ് 12 അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ ഓരോ നഴ്സിനെയും, ഓരോ സഹോദരിമാരെയും, ഓരോ നഴ്സിംഗ് സഹോദരന്മാരെയും ഞങ്ങൾ അന്താരാഷ്ട്ര അതോറിറ്റികൾ സല്യൂട്ട് ചെയ്യുന്നു. താങ്ക് യു. ഹിസ് എക്സലൻസി ഓണറബിൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. നമസ്കാരം. ലോക സമാധാന സംഘടനയുടെയും ലോക പുനരധിവാസ സംഘടനയുടെയും അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീണ്ടും കാണാം. അതുവരെ ബൈ.